ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊല്ലം പാരിപ്പള്ളിയിൽ അപകടം പതിയിരിക്കുന്നു. മുക്കട ജംഗ്ഷനിൽ നിന്നും പാരിപ്പള്ളിയിലേക്ക് വരുന്ന സർവീസ് റോഡിന്റെ വശത്തെ പാർശ്വഭിത്തികളാണ് പുറത്തേക്ക് തള്ളിയത്. ഇതോടെ ഉയരപ്പാതയുടെ മുകളിൽ നിന്നും താഴേക്ക് വെള്ളം പോകാൻ സ്ഥാപിച്ച പൈപ്പുകൾ വളഞ്ഞു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡൽഹിയിൽ നിന്നുമുള്ള ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി ഉടൻ പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 3 ആഴ്ച മുമ്പ് സർവീസ് റോഡ് അടച്ചിടുകയും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴാതിരിക്കുവാൻ സ്ലാബുകളിൽ കമ്പി തുളച്ചുകയറ്റി തടയുവാനാണ് ദേശീയപാത അതോറിറ്റിയുടെ ശ്രമം. എന്നാൽ സ്കൂൾ തുറക്കുന്നതോടെ സമീപത്തുള്ള 4 സ്കൂളുകളുടെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഇതുവഴി നിത്യവും കടന്നുപോകുന്നത്. ഏതു സമയവും ഇത് അപകടത്തിന് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പാരിപ്പള്ളി ജംഗ്ഷൻ തൊട്ട് മുക്കട ജംഗ്ഷൻ വരെ അമൃത സ്കൂളിൻ്റെ അവിടെയും റേഷൻ കട വാതിക്കയും വായനശാലയുടെ അവിടെയും എല്ലാം ജാളികൾ മറിഞ്ഞിരിക്കുകയാണ്. അത് ഏത് നിമിഷവും മറിയത്തക്കോണമുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. ഇവിടെ അതിൽ പൈപ്പുകൾ ഫിറ്റ് ചെയ്തിറക്കുക. ആ പൈപ്പുകളെല്ലാം ഒരു നിരന്തരം മാറ്റുകയും വീണ്ടും ഫിറ്റ് ചെയ്യുകയും അത് അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന കമ്പികളെല്ലാം ഇളവി വീഴുകയും കമ്പി ഇളവി അതിൻ്റെ താഴെ കിടക്കുകയും ചെയ്തിരിക്കുന്നു. തള്ളി വരുന്നതുകൊണ്ടാണ് ആ കമ്പി താനെ ഇളവി വീഴുകയാണ്. രണ്ടാമത് ഇവർ വീണ്ടും വന്ന് ഈ പൈപ്പുകൾ മാറ്റുകയും വീണ്ടും ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ടും ജാളികൾ മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. റോഡ് അടച്ചിട്ട് 3 ആഴ്ച കൂടുതലായി. സർവീസ് റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. വണ്ടികൾ ഇതിലെ കൂടെ പാരിപ്പള്ളി വർക്കലയിൽ നിന്ന് വരുന്ന വണ്ടിയും തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വണ്ടികളും പാരിപ്പള്ളി ജംഗ്ഷൻ ടച്ച് ചെയ്യാതെ പാരിപ്പള്ളി മുക്കടയിൽ നിന്ന് മടത്ത റോഡ് വഴിയാണ് പാരിപ്പള്ളിയിലോട്ട് വരുന്നത്. ഡൽഹിയിൽ നിന്ന് 5 വണ്ടിയിലായിട്ട് 5 ഇന്നോവ കാറിൽ ഇവിടെ വന്ന് ഈ റോഡെല്ലാം നോക്കുകയും അവർ ഫോട്ടോ എടുക്കുകയും ചെയ്തിറക്കുക. ഉടനെ തന്നെ ഇതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞിറക്കുക. പിന്നെ ഞാൻ ചോദിച്ചത് എന്താണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഇത് ഉടനെ ഇതിന് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പൈപ്പുകൾ അഴിച്ചു മാറ്റിയും വെച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു മാസമാവും ഡൽഹിക്കാർ വന്നിട്ട്. അത് ഡ്രില്ല് ചെയ്ത് കമ്പി കയറ്റുന്നു. അത് ജാളി മറിയാതിരിക്കാൻ വേണ്ടി കമ്പി അടിച്ച് കയറ്റിയാണ്. അതൊന്നും ഇട്ടെന്നും പറഞ്ഞെന്ന് ഇത് ബലമല്ല. ഇത് ഇവിടെ സ്കൂളിലെ കൊച്ചുങ്ങൾ ഇതിലെ കൂടെ റോട്ടിൽ കൂടെ 4 സ്കൂളിലെ കൊച്ചുങ്ങളാണ് ഈ റോട്ടിൽ പോണത്. അതിനൊക്കെ സേഫ്റ്റി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യം പറയുന്നത്. ഇരുവശവും വയൽ പ്രദേശമായിരുന്നതിനാൽ റോഡിന് കുറുകെ നേരത്തെ വെള്ളം ഒഴുകിയിരുന്നു. റോഡിന്റെ അടിവശത്തു കൂടി ഇപ്പോഴും വെള്ളം ഒഴുകി പോകുന്നതിനാൽ മണ്ണ് കൂടുതൽ ഇടിയുവാനും സാധ്യതയുണ്ട്. ഇതൊന്നും കാണാതെയാണ് കരാറുകാർ കമ്പി തുളച്ചുകയറ്റി സ്ലാബുകൾ മറിയുന്നത് തടയുവാൻ ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഭാഗങ്ങളിൽ കൂറ്റൻ മതിലുമാറ്റി തൂണുകളിൽ ദേശീയപാത നിർമ്മാണം നടത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഈ ആവശ്യം ഇപ്പോഴും ശക്തമായിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും പരാതി നൽകുവാനാണ് നാട്ടുകാരുടെയും തീരുമാനം. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണത്തിലെ അപാകത നിരവധി തവണ നമ്മുടെ പാരിപ്പള്ളിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ബഹുജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഈ വൻ കോട്ട പോലെ വച്ചിരിക്കുന്നത് 12,000-ഓളം കുട്ടികൾ പഠിക്കുന്ന അമൃത സ്കൂള്, നിരവധിയായിട്ടുള്ള ആൾക്കാർ ജംഗ്ഷനിൽ നിന്ന് കടന്നു പോകുന്ന ഈ പ്രദേശത്ത് ആൾക്കാരെല്ലാം താമസിക്കുന്ന സ്ഥലമാണ്. ഗവൺമെൻറ് LPS ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയുവാൻ വേണ്ടിയിട്ടുള്ളത് ഈ നിർമ്മാണത്തിൻ്റെ അപാകതയെ സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധന നടത്തണം. ഈ വൻ കോട്ട ഇവിടെ നിന്ന് മാറ്റണം. മറിച്ച് തൂണുകളിൽ ഇവിടെ നിർമ്മിക്കുന്ന തരത്തിലേക്കുള്ള ദേശീയപാത വേണം പാരിപ്പള്ളിയിൽ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും ഇന്ന് പരാതി കൊടുക്കുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റിക്ക്, ജില്ലാ കളക്ടർക്ക്, ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, അതോടൊപ്പം ബഹുമാനപ്പെട്ട കൊല്ലം MP-ക്ക്, ബഹുമാനപ്പെട്ട നമ്മുടെ MLA-ക്ക് എന്നുവേണ്ട എല്ലാവർക്കും, ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഈ അപാകതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം, ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവർക്കും പരാതി കൊടുക്കുന്നതാണ്. അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് റോഡ് 3 ആഴ്ചയായി അടച്ചതും ഇതുവഴിയുള്ള ഗതാഗതക്കുരുക്കിനും കാരണമായിട്ടുണ്ട്. മണ്ണ് നിറച്ചുള്ള ഉയരപ്പാത കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും യോജിച്ചതല്ല. കൊല്ലം ജില്ലയിലെ പല ഭാഗത്തും നേരത്തെ തന്നെ ഉയരപ്പാത ഇടിഞ്ഞു വീണ് അപകടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായുള്ള ഈ പരിഹാരം ജനങ്ങളിലും ഭീതി പരത്തുന്നത്. ജൂൺ മാസത്തിൽ മഴക്കാലം എത്തുന്നതോടെ ജീവഭയത്തോടുകൂടി മാത്രമേ ഓരോരുത്തർക്കും ഇതുവഴി യാത്ര ചെയ്യാനാകൂ. അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന രക്ഷകർത്താക്കളും ആശങ്കയിലാണ്. അപകടം പതിയിരുന്നിട്ടും കൃത്യമായ പരിഹാരം കാണാത്ത ദേശീയപാത അതോറിറ്റിക്കെതിരെയും ജനരോക്ഷം ശക്തമാകുന്നുണ്ട്.